കുട്ടികൾക്കൊപ്പം. അപ്പോൾ അങ്ങനെ ദിവസങ്ങളെ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. അത് കാരണം അടുത്തൊക്കെ ഉള്ള വീടുകളിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ഗ്രൗണ്ടുണ്ട്, അവിടെ ആൺകുട്ടികൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി അത്രയൊക്കെ ഉള്ളു, ആ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾ, അവർ എല്ലാവരും കൂടെ വന്ന് ഫുട്ബോൾ കളിക്കുകയാണ്. ഞങ്ങൾ വരുന്നതുകൊണ്ട് ഇപ്പോൾ അവരും എണ്ണം കുറഞ്ഞു. മാത്രമല്ല എല്ലാവരും ഓരോ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോയി, വെക്കേഷനല്ലേ, എണ്ണം കുറവാണ്. പിന്നെ അവരുടെ ബോൾ ചീത്തയായി പോകുന്നുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ അവർക്ക് മടി, അവരെ കാണുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികൾക്കും മടി, കളിയാക്കും എന്നൊക്കെ ഉള്ള. ഞങ്ങളെന്ത് ചെയ്തു, അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തായിട്ട് കുറേ സ്ഥലങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിരിക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ നിന്ന് എൻ്റെ പഴയ 2 ഷോളൊക്കെ എടുത്തുകൊണ്ട് പോയി. അതൊക്കെ പുല്ലിലോട്ട് വിരിച്ചിട്ട് എല്ലാവരും കൂടെ അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ പറയും. അപ്പം കഴിഞ്ഞ ദിവസം ഞാനത് ചോദിച്ചു, എന്തെങ്കിലും പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തിനെക്കുറിച്ചാണ്, കുട്ടികൾക്കൊന്നും എന്താ പറയുക, എന്നെ അധികം പരിചയമില്ലാത്തതല്ലേ, അപ്പം അവരുടെ പ്രായമല്ല, അപ്പോൾ എന്തിനെക്കുറിച്ച് സംസാരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവർക്കതൊരു മടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അത് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും താല്പര്യമുള്ള വിഷയം എന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ കുറിച്ചുള്ളതാണ്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാം. അപ്പം ഞാൻ ചോദിച്ചു, ശരി നിങ്ങൾക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ഓരോരുത്തരും ചോദിച്ചു, ആരാണ് ഫ്രണ്ട്സ്, എങ്ങനെയുള്ള ഫ്രണ്ട്സിനെയാണ് നിങ്ങൾക്ക് താല്പര്യം? അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം, അങ്ങനെയുള്ള ഫ്രണ്ട്സാണ് നല്ലതെന്നാണോ ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു അതെ, ഒരാൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെയല്ല. അപ്പം നിങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്, ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതികൾ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങളൊരു തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണെന്ന് നിങ്ങളോട് പറയണം, തിരുത്താനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരണം, അങ്ങനെ വേണം കൂട്ടുകാരാവാൻ. അല്ലാതെ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ മാത്രം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാണരുത്. കാരണം അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അപ്പം നിങ്ങൾ ചിലപ്പം എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നിങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ ഒപ്പം നിന്നു, പക്ഷേ ആരുമില്ലാത്തപ്പോൾ നിങ്ങളോട് പറയണം നിങ്ങൾ കാണിച്ച തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സിന്. അപ്പോൾ ഒരു സംസാരിച്ചും പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാണെങ്കിലേ ചില കുട്ടികൾക്കുണ്ട്, എൻ്റെ കൂട്ടുകാരിയോട് മറ്റാരും മിണ്ടരുത്, അവൾ എൻ്റെ മാത്രം കൂട്ടുകാരിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെൽഫിഷ് മൈൻഡുള്ള കുട്ടികളുണ്ട്. അപ്പം അവരുടെ കൂട്ടുകാർ ആരോടെങ്കിലും മിണ്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരോട് ദേഷ്യമാണ്, മിണ്ടത്തില്ല. അങ്ങനൊരു പ്രത്യേകതരം സ്വഭാവക്കാരുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവരെ ഉണ്ട്. അപ്പോൾ അവരെ ഒന്ന് കരുതിയിരിക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഇങ്ങനൊരു ക്യാരക്ടറാണുള്ളത്. അപ്പം ഞാൻ മറ്റൊരാളോട് മിണ്ടിക്കഴിഞ്ഞാൽ അവൾ എന്നോട് മിണ്ടില്ല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് കരുതിക്കൊണ്ട് ഈ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരിക്കലും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യരുത്. കാരണം അവർ വളർന്ന സാഹചര്യങ്ങളായിരിക്കാം അവരെ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ആ കൂട്ട് നഷ്ടപ്പെടുത്താതെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും വേണം. കാരണം ചില കൂട്ടുകെട്ടുകളെന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കരമായിട്ട് അങ്ങ് ഡീപ്പാവും. പിന്നെ മറ്റൊന്നിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ, ഒരുമിച്ച് പഠിക്കുക, ഒരുമിച്ച് താമസം തന്നെ തുടങ്ങുക, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിലേക്കൊക്കെ പോകും. അപ്പം അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു രീതിയിലുള്ള ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കങ്ങനെ കൂടുതലായിട്ട് കുട്ടികളോട് പറയാൻ പറ്റുന്നതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം എല്ലാവർക്കും ഇങ്ങനെയാണ്, എല്ലാവർക്കും പറയാൻ നമ്മുടെ ഒപ്പം നിൽക്കണം, എല്ലാത്തിനും ഒറ്റിക്കൊടുക്കല്, ഇവിടെ നിന്ന് നടക്കുന്ന അവിടെ കൊണ്ടുവന്ന് പറയല്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കുട്ടികൾ പറഞ്ഞു. പിന്നീട് അവരോട് ചോദിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും മാത്സ് ഭയങ്കര താല്പര്യമാണ്. ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ രക്ഷപ്പെട്ടില്ല. മാത്സ് അറിയാമെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഏകദേശം ശരിയാകും. എൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ്, മാത്സ് അറിയാവുന്നൊരു ജീവിതത്തിൽ രക്ഷപ്പെടും. കാരണം കണക്കെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണല്ലേ. നമ്മുടെ വരുമാനം, നമ്മുടെ ചിലവ് എല്ലാം നമ്മൾ കണക്ക് കൂട്ടലിലൂടെയാണ്
മനസ്സിലാക്കുന്നത്. അപ്പം കണക്ക് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നീട് കുട്ടികൾ അവിടെ വലിയൊരു പറമ്പുണ്ട്, അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഞാൻ അതിനകത്തിൽ ഇങ്ങനെ വീഡിയോയുടെ ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ അവിടെയൊക്കെ ഒരു പറമ്പ് നിറയെ, അപ്പോൾ അവിടെ നമ്മുടെ പശുവിനെയൊക്കെ കൊണ്ടുവന്ന് കെട്ടുന്നതാണ്. അപ്പോൾ അവിടുത്തെ പൊന്നുവിൻ്റെയൊക്കെ വീട്ടിലെ അമ്മ അവിടെ നിന്ന് പശുവിൻ്റെ അടുത്ത് ഇപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ കുഞ്ഞ് കണ്ട്, അപ്പോൾ എന്നെ വിളിച്ച് കാണിക്കുന്നത്, അമ്മേ ദോണ്ട്. അപ്പോൾ അമ്മ പിന്നെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നു, എന്താ എല്ലാവരും കൂടെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കും എല്ലാവരും എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ ആ പശുവിൻ്റെ പേര് പറഞ്ഞു കൊടുത്തോണ്ടേ കുഞ്ഞിവിടെ നിന്നുകൊണ്ട് പിന്നെ അതിനെ കാണുമ്പോൾ ഇപ്പം 2-3 ദിവസം കൊണ്ട് അതിനെ കാണുമ്പോഴല്ലേ ഇവിടെ നിന്ന് വിളിക്കുക, കുഞ്ഞു എന്ന് പറഞ്ഞു. അവൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പം ഇരിക്കും, ഞങ്ങൾ ഒരിടത്ത് ഇരിക്കുകയല്ലേ. അപ്പോൾ അവൾക്ക് പക്ഷേ എടുക്കും. ഞാനിവിടെ നിന്ന് അവളുടെ ബോളും കാറും ഒക്കെ കേട്ടാണ് പോകുന്നത്. കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ തട്ടിക്കളിക്കും. പിന്നെ അവിടെയൊക്കെ പുല്ലൊക്കെ നിൽപ്പുണ്ട്, അതൊക്കെ പറിക്കുക. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു ചെരുപ്പില്ലാതെ നടന്ന് പുല്ലിൽ കൂടെ, അതുകൊണ്ട് ഒരു ഉറുമ്പ് കടിച്ച്. പിന്നെ അതും കൊണ്ടുവന്ന് ഞാൻ പിന്നെ ചൊറിഞ്ഞു കൊടുക്കണം. അങ്ങനെ കുറച്ച് നേരം ചൊറിഞ്ഞൊക്കെ കൊടുത്ത് അപ്പോൾ ഇങ്ങനെ ഇച്ചിരി തെണുത്ത് വന്നു. രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഞാനിങ്ങനെ ഇച്ചിരി ലോഷനൊക്കെ തേച്ച് കൊടുത്തു. അങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ടിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്ത് സന്തോഷമെന്നറിയോ. സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ബഹളമുള്ള ആൾ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. വന്ന് അതൊക്കെ ചെന്ന് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെളിയിലോട്ടും നോക്കി ഗേറ്റിലോട്ടും നോക്കി ഇരിക്കും, ചേച്ചിമാർ വരുന്നുണ്ടോ എന്ന്. അവളെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുതിയ ആളുകൾ വരുമ്പം കുഞ്ഞിനെ അറിയത്തില്ലല്ലോ, അത്രയും ദിവസം കണ്ട ആൾക്കാരല്ല. അപ്പോൾ എന്നും കാണുന്നവരുടെ കൂടെ അവൾ ഞാനില്ലെങ്കിലും അങ്ങ് പൊക്കോളും. അവൾക്കറിയാം ഞാൻ പുറകെ വന്നോളൂ എന്ന്. എന്നിട്ട് അവരുടെ കൂടെ പോയി കളിക്കും. പക്ഷെ പുതിയ ആൾക്കാരോട് അടുക്കുന്നേ ഇല്ല. അവരെടുക്കാനൊക്കെ ചെല്ലുമ്പോൾ അങ്ങ് ദേഷ്യപ്പെടുക. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അത് മാറും എന്ന് കരുതുകയാണ്. അപ്പം കുട്ടികളൊക്കെ പതുക്കെ വീണ്ടും പഠനത്തിലേക്ക് തിരിയാൻ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഇനി റിസൾട്ട് വരുന്നു, +2ൻ്റെ റിസൾട്ട് വരുന്നു. എന്തായാലും ഞാനിപ്പോൾ ഇത്രയും ദിവസം പരിചയപ്പെട്ട കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. മിക്കവർക്കും MBBS, സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ അല്ലേ, അങ്ങനെയൊക്കെ ഉള്ള കമ്പനികളൊക്കെ തുടങ്ങണമെന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പം ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും അതൊക്കെ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അറിവുകളുടെയും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളുടെയും ഒക്കെ ഫലമായിരിക്കും. അവരൊക്കെ നല്ല കാൽക്കുലേഷനാണ് ഈ പ്രായത്തിൽ പോകുന്നത്. പിന്നെ അങ്ങോട്ടുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും ആ കുട്ടികൾ ആ ഒരു രീതിയിൽ പോകുമെന്നാണ് അവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം ഉറച്ച മനസ്സോടുകൂടിയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് പോകാൻ പറ്റട്ടെ. അപ്പം ഞാനിങ്ങനെ ഈ വർഷം തൊട്ട് ട്യൂഷനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾ പറഞ്ഞ ഇങ്ങനെയാണ് ട്യൂഷൻ, ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ട്യൂഷനെ കുറിച്ച് ചിന്തിക്കും. അപ്പം ഞങ്ങൾക്ക് കൊടുക്കുക. അപ്പം അവരെല്ലാവരും 8ലോട്ടുള്ളവരാണ്. അപ്പോൾ 8 എന്ന് പറയുമ്പം പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ അങ്ങോട്ട് ഒരു ട്യൂഷൻ സെൻറ്ററിൽ തന്നെ പോയി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാ വിഷയവും ഒരാൾക്ക് എടുക്കുമ്പോൾ ഒരാൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു, അപ്പം അത് എല്ലാ രീതിയിലും പെർഫെക്റ്റായിട്ട് വരണമെന്നില്ല. ചില സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ആൾക്ക് വീക്കായിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഒരാൾ തന്നെ എല്ലാ വിഷയവും പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മടുപ്പുണ്ടാകും. മറ്റേതാകുമ്പം പല അധ്യാപകരാണ്, അപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നത്തില്ല. അത് ഒരു എൻജോയ് ചെയ്യാനും കൂടെ തോന്നും പഠിത്തം എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ പോകാൻ താല്പര്യമില്ല ഇങ്ങനെ അല്ലാതെ വീടുകളിൽ തന്നെ പഠിക്കുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ വന്നാൽ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ക്ലാസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരിപ്പം ഇത്തിരി തിരക്കിലാണ്, ഓരോ വീടുകളിലൊക്കെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെയായിരുന്നു ഈ കുറച്ച് ദിവസം കൊണ്ടുള്ള വിശേഷങ്ങൾ. കുട്ടികളിങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്, നല്ല ഭാവിയെക്കുറിച്ച് നല്ല ഉറപ്പുള്ള കുട്ടികൾ. ഒരു സൈഡിൽ അവരാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ പന്ത് കളിക്കുന്ന കുട്ടികൾ. എന്തൊക്കെയാണ്, എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. എന്നിട്ട് അവരിങ്ങനെ ഒരു കൃഷിയുടെ ആവശ്യത്തിനൊക്കെ നേരത്തെ ഇങ്ങനെ ഒരു
പമ്പ് സെറ്റൊക്കെ വയ്ക്കുമല്ലോ വലിയ ഇത്, അത് വെക്കുന്ന ഒരു റൂം പോലുണ്ട്. അത് വാർത്തതാണ്, ആ വീട്ടിലുള്ളവരുടെ തന്നെ. അപ്പോൾ അതിൻ്റെ മുകളിൽ താഴെയൊന്നുമല്ല, മുകളിൽ കയറി ഇരുന്നുകൊണ്ട് ഫോണ് കാണുകയാണ്. കുറേ പേര് അതിലൊക്കെ എൻ്റെ മുകളിൽ കിടക്കുന്നു. അങ്ങനെയൊക്കെയാണ് അവരുടെ രീതി. അപ്പം ഇവിടെ ഈ കുട്ടികൾ പറയുന്നുണ്ട് അവിടെ എല്ലാം ഇഷ്ടംപോലെ ഇതാണ്, തീപ്പെട്ടി കൊള്ളിയാണ്. ഞാൻ നോക്കിയിട്ട് ശരിയാണ്, തീപ്പെട്ടി ഉരച്ച കൊള്ളികളാണ് അവിടെ ഇഷ്ടംപോലെ എടുക്കുന്നത്. പക്ഷേ നമുക്ക് ഈ സിഗരറ്റോ വീഡിയോ എന്നൊക്കെ പറയാൻ മാത്രം അവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ കുട്ടികൾ പറയുന്ന അവിടെ ഭയങ്കര സ്മെല്ലാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മൾ കണ്ടില്ലല്ലോ. തീപ്പെട്ടി കണ്ടു, ഓക്കെ. പിന്നെ അവർ അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നാളിൽ അവിടെ വെച്ച് ഈ കുട്ടികളെല്ലാം കൂടി ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ചായിരുന്നു. ചിലപ്പോൾ അതിൻ്റെതാവാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെ അവരങ്ങനെ ചെയ്യുന്നു എന്നൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പക്ഷം. എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും. എനിക്കും ട്യൂഷൻ എന്നുള്ളത് അങ്ങോട്ട് നോക്കണം. അതും ആയിട്ടിങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. കാലാവസ്ഥ വളരെ മോശമാണ്. എന്നുവെച്ചാൽ കുറേ ദിവസമായി മഴ പെയ്തിട്ട് ചൂട് നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലായിടും എങ്ങനെയുണ്ട്? ചൂട് കുറവുണ്ടോ? മഴ തുടങ്ങുമ്പോൾ പിന്നെ ഭയങ്കര മഴ, തണുപ്പോടെ തണുപ്പായിരിക്കും അല്ലേ? ഓക്കെ.